പത്തനംതിട്ട പോലീസ് ആക്രമണത്തിൽ രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളും പരസ്പര വിരുദ്ധം. ബാറിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയവരെ തിരഞ്ഞെത്തിയത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. പോലീസ് എഫ്ഐആർ പ്രകാരം ബാറിന് മുന്നിലെ ബഹളം രാത്രി 11:15-നാണ്. എന്നാൽ പോലീസിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പോലീസ് മർദ്ദിച്ചത് രാത്രി 11 മണിക്ക്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ഉണ്ട്. ശ്രീരാജ്, ഈ ആക്രമണം നടന്ന ആ ദിവസം തന്നെ ഈ പറയുന്നത് പോലെ അന്ന് പറഞ്ഞ വിശദീകരണം തന്നെ വലിയ വിചിത്രമായിരുന്നു. 10-20 പേരെ നിരത്തി നിർത്തി ഒരു ചോദ്യവും പറച്ചിലുമില്ലാതെ മർദ്ദിക്കുന്നു. അതിനുശേഷം അത് ബാറിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി ഇറങ്ങി വന്നവരാണ് ഇത് തെറ്റിദ്ധരിച്ചാണ് മർദ്ദനം എന്നുള്ള വിശദീകരണം നൽകുന്നു. ഇപ്പോൾ അതിലും വൈരുദ്ധ്യം എന്നുള്ളതാണോ? അതിര തീർച്ചയായും പോലീസ് സ്ത്രീകൾക്കെതിരെ ഉൾപ്പെടെ നടത്തിയ ക്രൂരമർദ്ദനത്തിൽ പോലീസിന്റെ ന്യായീകരണം തുടക്കം മുതൽ ബാറിന് മുന്നിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയാണ് അവിടെ എത്തിയത്. തുടർന്ന് ഇവരിവിടെ നിൽക്കുന്നത് കണ്ട് ഇവരാണ് ആ സംഘർഷം നടത്തിയത് എന്ന തെറ്റിദ്ധാരണയിൽ ആണ് അവരെ മർദ്ദിച്ചത് എന്നായിരുന്നു പോലീസിന്റെ ന്യായീകരണം ഉണ്ടായിരുന്നത്. എന്നാൽ ആ ന്യായീകരണങ്ങളെല്ലാം തള്ളുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് കളവാണ് പറയുന്നത് എന്ന് വെളിവാക്കുന്ന എഫ്ഐആറുകളാണ് ഇപ്പോൾ പോലീസ് തന്നെ ഇട്ടിട്ടുള്ളത്. അതായത് പോലീസ് ഇട്ട എഫ്ഐആർ പ്രകാരം സംഘർഷം നടന്നത് 11:15-നാണ്. രാത്രി 11:15-നാണ് സംഘർഷം നടന്നിട്ടുള്ളത്. എന്നാൽ തുടർന്ന് തുടർന്ന് ആ പെൺകുട്ടിയുടെ ആ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ വിവരം, ആ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോലീസിനെതിരെ എടുത്ത കേസിൽ പോലീസ് മർദ്ദിച്ചിട്ടുള്ളത് 11 മണിക്കുമാണ്. അതായത് പോലീസ് അവിടെ എത്തി 11 മണിക്ക് മർദ്ദിച്ചതിന് ശേഷമാണ് പോലീസിന് അത്തരത്തിലുള്ള ഒരു വിവരം, അവിടെ സംഘർഷം നടക്കുന്നതായുള്ള വിവരം ലഭിച്ചതെന്നാണ് ആ എഫ്ഐആർ അനുസരിച്ച് മനസ്സിലാകുന്നത്. പോലീസ് തുടക്കം മുതൽ തന്നെ പറയുന്നത് പോലീസ് അവിടെ എത്തിയത് സംഘർഷം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. അതിങ്ങനെ തെറ്റിദ്ധാരണയിൽ ആണ് മർദ്ദിച്ചതെന്നായിരുന്നു പോലീസിന്റെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നത്. എന്നാൽ ആ ന്യായീകരണങ്ങൾ, ആ വിശദീകരണങ്ങളെല്ലാം പൊള്ളയാണ് എന്നാണ് ഇപ്പോൾ ആ എഫ്ഐആർ പ്രകാരം വ്യക്തമാകുന്നത്. അത് ഒന്നുകൂടി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പോലീസ് അവിടെ എത്തുന്നത് 11:15-നാണ് എന്ന് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 11 മണിക്കാണ് പോലീസ് അവിടെ എത്തുന്നത്. അതായത് ഈ സംഘർഷമുണ്ടായ അവിടെ എത്തി ഇവരെ മർദ്ദിക്കുന്നത് 11 മണിക്കാണ്. എന്നാൽ പോലീസിനെതിരെ ഇട്ട എഫ്ഐആറിൽ പറയുന്നത് 11:15-നാണ് എന്നാണ്. അതിനർത്ഥം ഈ സംഘർഷം നടത്തി ഇവരെ അടിച്ചതിന് ശേഷം 15 മിനിറ്റ് താമസിച്ചാണ് ഇവർക്ക് അങ്ങനെ ഒരു സംഘർഷം അവിടെ നടന്നതായി വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ പോലീസ് ഇട്ട എഫ്ഐആർ ഉൾപ്പെടെ കളവാണ് എന്നാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. ആതിര, എന്നാലും പത്തനംതിട്ടയിലുണ്ടായ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഈ പോലീസ് ഈ പത്തനംതിട്ടയിൽ മർദ്ദനത്തിനിരയായ ആളുകളെ മർദ്ദിക്കുന്നത് ഈ പറയുന്നത് പോലെ ബാറിൽ സംഘർഷം നടത്തിയവർ എന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറയുന്നത് പോലെ ബാറിൽ സംഘർഷമുണ്ടായത് രാത്രി 11:15-നാണ്. എന്നാൽ ഇവർക്ക് മർദ്ദനമേൽക്കുന്നത് 11 മണിക്കാണ് എന്നുള്ളതാണ്. ആ വിവരമാണ്, ആ വൈരുദ്ധ്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.